ഗുരുനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. സകല ഭൂതങ്ങൾക്കും നാഥനും എല്ലാവരിലും ദയ ഉള്ളവനും അതിശക്തനുമായ ശാസ്താവെ, എന്നെ രക്ഷിച്ചാലും ഞാൻ അങ്ങയെ നമിക്കുന്നു. ധർമ്മശാസ്താവിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ധർമ്മത്തിന്റെ ആധാരത്തിൽ അനുശാസിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുക, ധർമ്മമാർഗെ ആന്തരികമായ ശാന്തി പ്രദാനം ചെയ്യുക. 2 ഗുണങ്ങളായ സത്വവും രജസ്സും ഒന്നു ചേർന്നതിൽ നിന്നാണ് ഹരിഹരപുത്രൻ രൂപപ്പെടുന്നത്. ഹരി സത്വഗുണത്തെയും ഹരൻ രജോ ഗുണത്തെയും പ്രതിനിധീകരിക്കുന്നു. മൂർത്തിയുടെ സത്വ സ്വഭാവം സമൂഹത്തെ സംരക്ഷിക്കുകയും മനഃശാന്തിപൂർവം യുഗങ്ങളിലൂടെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സത്വഗുണം നിതാന്തമായ ശാന്തി പ്രദാനം ചെയ്യുന്നു. മൂർത്തിയിലെ രജോ ഗുണം ബാഹ്യമായ ആക്രമണങ്ങളിൽ നിന്നും പരിരക്ഷ നൽകുന്നു. അതുകൊണ്ടാണ് പരശുരാമൻ കേരളത്തിന്റെ സുരക്ഷയ്ക്കായി 18 ശാസ്താക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത്. കലിയുഗ കന്മഷങ്ങൾ അകറ്റുവാൻ, ലോക പരിപാലനം ചെയ്യുവാൻ ശൈവ വൈഷ്ണവ ശക്തികളിൽ നിന്ന് ഉത്ഭവിച്ച ദേവ തേജസ്സാണ് ശാസ്ത്ര ചൈതന്യം. ശാസ്ത്ര ചൈതന്യത്തിൽ ലയിച്ച അയ്യപ്പമൂർത്തിയെ ആരാധിക്കുന്നവർക്ക് ജീവിത ശ്രേഷ്ഠത കൈവരുന്നു. അയ്യപ്പൻ എന്ന പേര് വന്നത് അയ്യൻ, അപ്പൻ എന്നീ പേരുകളിൽ നിന്നാണെന്ന് ഒരു ചിന്താഗതിയുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, സുബ്രഹ്മണ്യൻ, ഗണപതി എന്നീ 5 ശക്തികൾ ചേർന്നതാണ് അയ്യപ്പൻ എന്നൊരു വീക്ഷണവും ഉണ്ട്. ആര്യ എന്ന ശബ്ദം അയ്യൻ എന്നാകുകയും അതോടൊപ്പം അപ്പൻ എന്ന് ചേരുകയും ചെയ്തു. Presented by Chai Kari, Kazhakkottam, near Infosys, Thiruvananthapuram.